അപ്പൊ നമ്മൾ ഏറെ കാത്തിരുന്ന +2 റിസൾട്ട് ഇന്നലെ എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പം പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചു. 5A+ ഉണ്ട്, ഫുൾ A+ ഉണ്ട്, നല്ല മാർക്ക് ഉണ്ട്. നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് പേര് ഫുൾ A+കളൊക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ ഒരുപാട് ഇനി മുന്നോട്ടേക്ക് ഒരുപാട് പേര് 6A+ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ A+ കിട്ടിയ ആളുകളെല്ലാം ചൂസ് ചെയ്യാൻ പോകുന്നത് മേ ബി ഒന്നെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നുള്ളൊരു പാത്ത്, അല്ലെങ്കിൽ നീറ്റ് എഴുതിയിട്ട് ഒരു ഡോക്ടർ ആവുക എന്നുള്ള പാത്തായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കേരളത്തിൽ ഇതുവരെ ആയിട്ട് ഈ ഒരു ട്രഡീഷൻ ആണുള്ളത്. നമുക്ക് ആരും മൂന്നാമത്തെ ഒരു പാത്തൊന്നും ആരും പറഞ്ഞു തരാൻ ഉണ്ടായിട്ടില്ല, ആരും ഗൈഡ് ചെയ്യാൻ ഉണ്ടായിട്ടില്ല. ഒരു സിസ്റ്റവും ഇതുവരെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ പോവാം, യാതൊരു പ്രശ്നവും അതിനില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ്, ഒരു സയൻസ് സബ്ജക്റ്റ്, ഒരു കോർ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫിസിക്സ് അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ്, ബയോളജിയിൽ എവല്യൂഷൻ, ഇതുപോലെയുള്ള സയൻസ് നിങ്ങളെ ഫാസിനേറ്റ് ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ നീറ്റ് ജെഇ ഇതുപോലെയുള്ള ഒരു എക്സാമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോഴ്സുകളോ അല്ല നിങ്ങൾക്ക് വേണ്ടത്. പകരം പ്യുവർ സയൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. പ്യുവർ സയൻസിൽ നിങ്ങളൊരു റിസർച്ചറോ അല്ലെങ്കിൽ വലിയൊരു ടീച്ചറോ ഒക്കെ ആവാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഒന്ന് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. 2 നൈസറാണ്, ഭുവനേശ്വറിലാണ് ക്യാമ്പസ്. 3 ഐസറുകളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പം നിങ്ങളൊരു സയൻസിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഈ NCERT-യിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളില്ലേ, അത് കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കിക്കൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ഐസറിലാണ്. അപ്പം ഐസറിന്റെ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഈ 4 സബ്ജക്റ്റിൽ നിന്നും ഒരുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഒരു വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ 4 സബ്ജക്റ്റും ഒരുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ 4 സബ്ജക്റ്റും ഒരുപോലെ പ്രിപ്പയർ ചെയ്ത് ഐസറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നും ഡയറക്റ്റ് മെന്റർഷിപ്പ് എടുത്ത് വീക്ക്ലി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് 1 ഇയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മളുടെ ഇയർ ലോങ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ നമുക്ക് റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ ഇയർ ലോങ് ബാച്ചുകൾ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.